ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന്. നമ്മൾ എന്തായാലും 2 ദിവസമായി വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവർക്കും ചെറിയൊരു കോൾഡും ചുമയൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ വീഡിയോ ഇടാനൊക്കെ ഒരു ലാഗായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ലഞ്ചിന് ഞാൻ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴേ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇതെന്തായാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം, ഈ ഒരു കറിയായിട്ട് ഇത് കഴിക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇന്നാണ് നമുക്കതിനുള്ളൊരു സമയം സന്ദർഭമൊക്കെ ഒത്തു കിട്ടിയത്. അപ്പോൾ ഇന്നാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കോമ്പറ്റീഷൻ വേറെ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ താരം ഇതാണ് ഗൈസ്, ഉണക്കമീൻ. ഇത് ഏത് ഉണക്കമീനാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇതെനിക്ക് നിത്യ തന്നതാണ്. നിച്ചുവിൻ്റെ അമ്മ, അവളുടെ അമ്മ അച്ഛനൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവൾ എനിക്കും ഒരെണ്ണം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവമാണ് ഇങ്ങനെ ഓടിക്കളിച്ച് തരുന്നത്, എന്തായാലും ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നോർമൽ ഉണക്കമീൻ ഫ്രൈ അല്ല, ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ ഇത് ഏകദേശം ഒരു 1 year ബിഫോർ ഞാൻ ഇതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ വ്യൂസ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാൽ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. പിന്നെ ഇതിൽ കൂടെ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ തികച്ചും എൻ്റെ സ്റ്റൈൽ ഓഫ് സാമ്പാറാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ ചെയ്ത ടൈപ്പ് ഓഫ് സാമ്പാറൊന്നും ആയിരിക്കില്ല. ടേസ്റ്റ് എനിക്ക് സാമ്പാറിൻ്റെ പോലെ തന്നെ തോന്നാറുണ്ട്. ചിലപ്പോൾ വലിയ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സാമ്പാർ അത്രയേ ഉള്ളൂ. മെയിനായിട്ടുള്ളത് ഈ ഉണക്കമീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയാലോ. ഇത് ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അവന് ചെറിയൊരു ക്ഷീണമുണ്ട്. കാരണം ഈ കഫ് സിറപ്പ് കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഓഫ് കോഴ്സ് ഒരു ഉറക്ക ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവൻ നന്നായിട്ട് ഉറങ്ങുകയാണ്. അവന് ഫുഡൊക്കെ കൊടുത്തു ഞാൻ. അപ്പോൾ നമുക്ക് വല്ലാതെ വൈകാതെ വീഡിയോയിൽ പോവാം. ഓക്കെ, അങ്ങനെ ഞാനിത് ഐശ്വര്യമായിട്ട് നമ്മൾ സാമ്പാറിന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതേ പരിപ്പൊക്കെ കഴുകി സെറ്റാക്കി വേവിക്കാൻ വെക്കുകയാണ്. ഏകദേശം ഒരു 1-2 വിസിൽ മതി, പരിപ്പ് വെന്ത് കിട്ടിക്കോളും. ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഒരു മീഡിയം സൈസിലുള്ളതും കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഇന്ന വെജിറ്റബിൾസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിടാറുണ്ട്. ഇന്നിപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഈ 3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ 3 ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിലേക്കുള്ള ആവശ്യമുള്ള പൊടികളൊക്കെ കൂടി ഞാൻ ഒരു ബൗളിലിട്ട് വെക്കും. അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക്, ഉപ്പ്, കായം, സാമ്പാർ പൊടി ഞാനിട്ട് ലാസ്റ്റാണ് കേട്ടോ ഇടാറ്. പിന്നെ പുളിയുടെ വെള്ളം വേറൊരു ബൗളിലും എടുത്ത് വെച്ചു. ഇവിടെ ഉണക്കമീൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരത്തേന് നല്ല ഇഷ്ടമുള്ള സംഭവമാണ്. ഞാൻ കല്യാണത്തിൻ്റെ മുന്നൊക്കെ ഉണക്കമീനല്ല, ഞങ്ങൾ ഉണക്കൽ എന്നാണ് പറയുക. ഉണക്കൽ ഈ ജസ്റ്റ് ഉപ്പും മഞ്ഞളും മുളക് പൊടി മാത്രം ഇട്ടിട്ട് വറുത്തെടുക്കില്ല, അങ്ങനെയാണ് കഴിക്കാറുള്ളത്. ഈ റോസ്റ്റിൻ്റെ പരിപാടി അമ്പുമ്മയുടെ അടുത്ത് നിന്നാണ് പഠിച്ചിട്ടുള്ളത്. പാലക്കാട് സ്പെഷ്യലാണ് അത്ര ഈ ഒരു സംഭവം. ജസ്റ്റ് നമ്മൾ ഉപ്പ് ഓൾറെഡി കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക ഉണക്കമീനിൽ. പിന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി ആവണമെന്നൊന്നുമില്ല കേട്ടോ, ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഉള്ളി, തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് ഈ ഉണക്കമീനും കൂടി ഇട്ടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കാര്യം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഉണക്കമീൻ റോസ്റ്റ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേറെ ഒരു കറികളില്ലെങ്കിലും ഇത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് പേജ് നോക്കിക്കഴിഞ്ഞാലും അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ അന്ന് എനിക്ക് ഒട്ടും വ്യൂസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് ഇടണോ വേണ്ടെന്ന് കുറേ ചിന്തിച്ചിട്ടാണ് പിന്നെ എന്തായാലും വേണ്ട, 2 ദിവസം ആയല്ലോ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പൊടികളും പുളിവെള്ളവും ഒക്കെ ഒഴിക്കുക. അതായത് നമ്മൾ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ പച്ചക്കറികളിടുക, പൊടികളിടുക, പുളിവെള്ളം ഒഴിക്കുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. അടച്ച് വെച്ച് ചെറിയ തീയിൽ 1 വിസിലായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്തുണ്ടായിരിക്കും കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എൻ്റെ ഋതു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവനെ കുറച്ച് നേരമൊക്കെ ഒന്ന് എടുത്ത് പിന്നെ ഞാൻ കിച്ചണിലാവുമ്പോൾ അവനെ ഞാൻ കൊണ്ടുവന്നിട്ട് നേരെ ഹൈ ചെയറിൽ ഇരുത്തുകയാണ് ചെയ്യുക. ഹൈ ചെയറിൽ അവരുടെ ഗ്ലാസ് വെക്കുന്ന ആ ഒരു സ്ഥലത്ത് കുറച്ച് വെള്ളം പിന്നെ നമ്മൾ ഓയിൽ ബ്രഷ് കാര്യങ്ങളൊക്കെ അവന് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഹാപ്പിയാണ്. ആൾ അങ്ങനെ ഇരുന്നോളും കുറച്ച് നേരമൊക്കെ. ഇതൊരു ഉറക്കത്തിൻ്റെ ആ ഒരു മന്ദതയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. ആൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ആൾ ആക്റ്റീവ് ആയിക്കോളും. ഞാൻ കുറച്ച് ഉള്ളി കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉണക്ക മീനിന്. കാരണം മീൻ കുറവായിരുന്നു. അപ്പോൾ പിന്നെ റോസ്റ്റ് കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇത്രയ്ക്ക് അധികം എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടെ. എനിക്കാണെങ്കിലും ശരത്തനാണെങ്കിലും ഈ ഒരു ഉള്ളിയുടെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരിക്കില്ല, അത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമ്മൾ പിന്നെ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ.
ആ ഒരു ടൈം ആയപ്പോഴത്തേനും പിന്നെ നമ്മുടെ സാമ്പാർ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നല്ല വാടാൻ കേട്ടോ ഉള്ളി, ഏകദേശം തന്നെ നോക്ക് ഇങ്ങനെ ആവരിക്കണം. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരെ ടൊമാറ്റോ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ആഡ് ചെയ്ത ടൊമാറ്റോ ഉണ്ടല്ലോ നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞാലാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അതുവരെ അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിക്കുകയോ അങ്ങനെ അധികം പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴത്തേനും ആ ഒരു നമ്മുടെ ഉണക്ക മീനിലേക്ക് ഈ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരിക്കും. പിന്നെ മീനിൻ്റെ ഉപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഒരു മസാലയിലേക്കും ഇറങ്ങി നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി ലീവ്സ് അല്ലെങ്കിൽ മല്ലിയില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ഞങ്ങൾക്ക് ഇത് ഓക്കെയാണ്. അതാണ് കേട്ടോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആരെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഈ ഒരു കോമ്പിനേഷൻ, അതായത് സാമ്പാർ വിത്ത് ഉണക്കമീൻ്റെ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും കേട്ടോ. പിന്നെ നോർമലി നമ്മൾ ഈ ഒരു ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്ന പോലെ അല്ലാതെ ഒരു വട്ടം ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഉണക്കമീൻ റോസ്റ്റ് ടൈപ്പിൽ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ